ഒരു സംശയവുമില്ല, കോഴിക്കോട് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാന സ്ഥാനം എപ്പോഴും ഉണ്ടാവും ഈ നഗരത്തിൽ. സത്യത്തിന് നാടെന്ന് അറിയപ്പെടുന്ന കോഴിക്കോട് 1917 ആദ്യ മലബാർ കോൺഗ്രസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് നയിച്ചത്. ഈ നഗരത്തിൽ നിന്നാണ് മഹാത്മാഗാന്ധി 1920 വന്നിട്ട് കോഴിക്കോട് സ്വതന്ത്ര സേനാനികൾക്ക് ആദ്യം ആവേശം കൊടുത്തത്. ഈ കോഴിക്കോട് നിന്നാണ് ഐക്യ കേരളത്തിന് മുദ്രാവാക്യം ആദ്യം ഇറങ്ങിയത്. നമ്മൾ ആർക്കും ഒരു സംശയവും വേണ്ട, മഹാൻ വ്യക്തികൾ നയിച്ച ഈ കോൺഗ്രസ് പാർട്ടി, ഗാന്ധിജിയുടെ പേരും കൂടി കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ശ്രീ കേളപ്പൻ, ശ്രീ മാധവൻ നായർ, ശ്രീ കേശവൻ, എത്ര വലിയ മനുഷ്യന്മാരാണ് കോഴിക്കോടിന്റെ DCCയിലും കേരളത്തിന്റെ കോൺഗ്രസിലും മലബാറിന്റെ കോൺഗ്രസ് കമ്മിറ്റിയിൽ പ്രവർത്തനം ചെയ്തിട്ട് നമ്മളുടെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാക്കിയതും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രാജ്യത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. ആ അവസരത്തിൽ നമ്മൾക്ക് ഇന്നൊരു പുതിയൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനും അതിനെ ആഘോഷിക്കാനൊരു അവസരം. കെട്ടിടം കെട്ടുമ്പോൾ എനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. പ്രവീൺ എനിക്ക് നേരത്തെ ഒരു ടൂർ തന്നു. എല്ലാത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ജനങ്ങളുടെ ആവശ്യം, പാർട്ടി പ്രവർത്തകരുടെ ആവശ്യം, മാധ്യമക്കാരുടെ ആവശ്യം എല്ലാം ചിന്തിച്ചിട്ടാണ് ഈ കെട്ടിടം കെട്ടിയത്. ഒരു പാർട്ടിയുടെ കെട്ടിടം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം മാത്രമല്ല, ഒരു വാഗ്ദാനമാണ്. ഈ കെട്ടിടത്തിൽ നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആവേശം, നിങ്ങളുടെ പ്രാർത്ഥന, അതിലൊക്കെ ഒരു സ്ഥലമുള്ള ഒരു കെട്ടിടമായിരിക്കണം നമ്മുടെ പുതിയ കരുണാകരൻ മന്ദിരം. അതുമാത്രമല്ല, DCC എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു നെർവ് സെന്ററാണ്. നെർവ് സെന്റർ എന്താണ്? ഒരു മനുഷ്യന്റെ ദേഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദന, എല്ലാ ദുഃഖം, അതിനൊപ്പം എല്ലാ സുഖം, എല്ലാ സന്തോഷം, അതെല്ലാം നെർവ് സെന്ററിൽ നിന്നാണ് വരുന്നത്. ആ നെർവ് സെന്ററാണ് നമ്മളെ സഹായിക്കുന്നത്. ആ നെർവ് സെന്ററാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ നെർവ് സെന്ററിന്റെ റോളാണ് ഈ DCC കെട്ടിടത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇതൊരു പാർട്ടിയുടെ കെട്ടിടമാണ്. ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ സംഘടനയാണ്, അതല്ലേ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. പക്ഷെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ജന്മദിന ആഘോഷം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ബർത്ത്ഡേ പാർട്ടി എന്നാണ്. അപ്പോൾ ഇതൊരു പാർട്ടിയായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ നമുക്ക് പാർട്ടി ചെയ്യാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകും. അതിനർത്ഥം നമ്മുടെ സംഘടന നയിക്കണം, അതിൻ്റെ ഒപ്പം ആഘോഷിക്കാൻ പല കാരണങ്ങളുണ്ടാകും. ആ ചുമതലയാണ് ഈ കെട്ടിടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ വീണ്ടും ഉച്ചയ്ക്ക് തിരിച്ചു വരുന്നുണ്ട്. ഈ പുതിയ ഉമ്മൻചാണ്ടി ഹാളിൽ ഒരു NRI മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ദീർഘമായി പറയുന്നില്ല.